ചേട്ടാ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും 2 ആഡംബര കാറുകൾ കൂടി വരികയാണ്. ഔദ്യോഗിക വാഹനം എന്ന പേരിൽ 1,10,00,000 രൂപയ്ക്ക്. അപ്പൊ കേരളത്തിന്റെ ഒരു കോടി 10 ലക്ഷം രൂപയ്ക്ക് 2 കാർ വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാറിന് ആവറേജ് എന്തായാലും 60 ലക്ഷം രൂപ കൂടുതൽ എന്തായാലും ആകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഏത് കാറെന്നുള്ള കാര്യം വ്യക്തമല്ല. ബ്രാൻഡ് ഒന്നും പറഞ്ഞിട്ടില്ല. ബ്രാൻഡ് പറഞ്ഞിട്ടില്ല. ഇനി ജ്യോതിഷം അനുസരിച്ച് അങ്ങനെ കറുത്ത കാർ തന്നെ ആയിരിക്കും. കറുത്ത കാർ തന്നെ ആയിരിക്കും എന്നാണ് സുരക്ഷ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാർ കൂടുതൽ പേരും വെള്ളക്കാറാണ് ഉപയോഗിക്കുമായിരുന്നത്. എല്ലാവരുടെയും വെള്ള കാറുകളാണ് സാധാരണ ഉപയോഗിക്കുമായിരുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയാണ് ആദ്യമായിട്ട്, ഈ പിണറായി വിജയനാണ് ആദ്യമായിട്ട് കറുത്ത കാറിലേക്ക് അത് മാറ്റിയത്. അത് ജ്യോതിഷികളുടെ ഉദ്ദേശപ്രകാരമാണ് വാഹനം മാറ്റിയെന്നൊക്കെ പറയപ്പെടുന്നത്. കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ടൊരു ഫംഗ്ഷന് അദ്ദേഹം പങ്കെടുക്കുന്ന ഫംഗ്ഷനിൽ കറുപ്പ് വസ്ത്രം നിരോധിച്ചിരുന്നില്ലേ? മുമ്പൊരിക്കൽ കറുപ്പ് കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. ഞാൻ പത്രപ്രവർത്തകരുടെ ഭാരവാഹിക്കുന്ന സമയത്ത് കോഴിക്കോട്ടാണെന്ന് തോന്നുന്നു നടന്ന സംസ്ഥാന സമ്മേളനത്തിന് അദ്ദേഹം മാറ്റി ആൾക്കാരെ. അപ്പൊ അന്ന് പ്രത്യേകം മുൻകൂട്ടി അറിയിച്ചിരുന്നു ആരും കറുത്ത ഡ്രസ് കൊണ്ടുവരുതെന്ന്. ഭാഗ്യത്തിൽ ഞങ്ങളാരും കൊണ്ട് കറുത്തായിരുന്നില്ല. അന്ന് ഏതോ മാധ്യമപ്രവർത്തകരെയൊക്കെ മാറ്റി. അല്ല, അതിനല്ല മറ്റേതോ പരിപാടിക്കാണ് കറുത്തോടുകൂടെ മാധ്യമപ്രവർത്തകരെ മാറ്റിയത്. അപ്പൊ ഇത് ആലോചിച്ച് നോക്കുക, കേരളത്തിലും ഇവിടെ 5 പൈസ ഇല്ലാത്തൊരവസ്ഥ. ട്രഷറി നിയന്ത്രണമാണ് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 19 മുതൽ. അതെ, നമ്മുടെ ധനകാര്യമന്ത്രി ഈയിടെയും പറഞ്ഞതേ ഉള്ളൂ. സർക്കാർ ജീവനക്കാർക്ക് ഇന്നലെ സാലറി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയപ്പെടുന്നു. അതിനെക്കുറിച്ച് ധാരണയില്ല. അപ്പോ ഇങ്ങനെ ട്രഷറി നിയന്ത്രണത്തിലിരിക്കവേ ഖജനാവ് കാലിയായിട്ടിരിക്കെ നമ്മുടെ ഖജനാവിൽ പൂച്ച പ്രസവിച്ച് കിടക്കുകയാണെന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് നാട്ടുകാർ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള തീപിടിച്ച വിലക്കയറ്റത്തിൽ നട്ടം തിരിയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ആഡംബര കാറ് വീണ്ടും, അതും ഇനി എത്ര മാസമാണുള്ളത്? കഷ്ടിച്ചിരിക്കുന്ന ഏപ്രിൽ വരെ ആയിരിക്കും. ഇല്ല, ഏപ്രിൽ അങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഏപ്രിലായിരിക്കാം, മാക്സിമം ഏപ്രിലെന്ന് വെച്ചോ. ഈ 1,20,00,000 രൂപ 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ എത്ര? മേപ്പാടി ദുരന്തം കഴിഞ്ഞിട്ട് ഇന്നോളവും അവിടെ ഇപ്പോഴും ബുദ്ധിമുട്ടി ജീവിക്കുന്ന എത്രയോ പേര്. നമ്മൾ ആശാ വർക്കർമാർ സെക്രട്ടറിയുടെ സമരം നടത്തിയല്ല, അവർ നിസ്സാരമായ പൈസയാണ് അവർ ചോദിച്ചത്. എന്നിട്ട് പോലും അവരെ പുച്ഛിച്ച് കളിയിട്ട് ഇത്തരത്തിൽ നമുക്കറിയാം. ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് വെച്ചു. ക്ലിഫ് ഹൗസിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനാണ് ആ ലിഫ്റ്റ് വെച്ചത്. പിന്നെ കാലിത്തൊഴുത്ത് കൊണ്ടുവന്ന് ശീതീകരിച്ച് മ്യൂസിക് സിസ്റ്റം കൊടുത്തു. ഞാൻ പറയട്ടെ, ഈ പഴയ വൃന്ദാവനം കാളിന്തി നദി, ഇനിയിപ്പോ കാളിന്തി നദിയും കൂടി ഇവിടെ കൊണ്ടുവന്ന് ഒഴുക്കിയില്ലോ എന്നുള്ളതാണ് ഞാൻ. ഗോക്കളെ സംരക്ഷിക്കാൻ ജ്യോതിഷി പറഞ്ഞാണ്. സാധ്യതയുണ്ട്. കാരണം അങ്ങനെ കൊണ്ട് ഈ പശുക്കളെ സംരക്ഷിക്കുക, ജ്യോതിഷക്കാരെ നമുക്ക് ജ്യോതിഷം അറിയില്ല, അങ്ങനെയൊക്കെ പറയും. പശുവിനെ പരിപാലിക്കണം, ഈ കറുത്ത കാർ വാങ്ങിയതും എല്ലാം കറുപ്പാക്കിയതും ഇതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും കാരണം മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ തമിഴ്നാട്ടിൽ അമ്പലത്തെ പേരുടെ വിഷുവിൽ നമ്മൾ കണ്ടാണല്ലോ. നമ്മളിവിടെ നേരത്തെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരായിരുന്ന ശീതളാണ് ആ വിഷുവിൽ പുറത്തുവിട്ടത്. പക്ഷെ ഒന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കണം, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവായ അച്യുതാനന്ദൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലം അംബാസഡർ കാറാണ് ഉപയോഗിച്ചിരുന്നത്. വെള്ള അംബാസഡർ കാറാണ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി. ജനങ്ങളാൽ എനിക്ക് തോന്നുന്നു അണികളാൽ വെറുക്കപ്പെടാതെയാണ് അദ്ദേഹം ജീവിച്ചതും. പക്ഷെ ഇപ്പൊ ജനങ്ങളെ പേടിക്കുന്ന, നമ്മുടെ ജനങ്ങളെ ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പൊ നമുക്കുള്ളത്. അതിൽ നായനാർ 87 മുഖ്യമന്ത്രിയായ സമയത്ത് എല്ലാ മന്ത്രിമാർക്കും അംബാസഡർ കാറായിരുന്നു. എല്ലാ നേരത്തെയുള്ള പിന്നീട് 96-ലും ആദ്യം കുറച്ച് നാള് നായനാർ അംബാസഡറാണ് ഉപയോഗിച്ചെങ്കിൽ പിന്നെ അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഒരു ബെൻസ് വാങ്ങിയത്. അത് ഡാർക്ക് കളറുള്ള ബെൻസ് ആയിരുന്നു, ബ്രൗൺ കളറുള്ള. തൊട്ടു മുന്നില് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലം, അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിതം, ആഹാര രീതി, ജീവിത ശൈലി മൊത്തത്തിൽ എല്ലാവർക്കും മാതൃകയായിരുന്നു. ജനങ്ങൾ എന്താണ്, ജനക്കൂട്ടം ലഹരിയാക്കിയാണ് അദ്ദേഹം ജീവിച്ചത്. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. അതുപോലെ തന്നെ കെ കരുണാകരൻ, അദ്ദേഹത്തിന്റെ AK ആന്റണി പ്രതിരോധ വകുപ്പ് മന്ത്രിയും കൂടിയായിരുന്നു. ഒരിക്കലും എന്റെ ഒരു സുഹൃത്ത് പറയായിരുന്നു, അദ്ദേഹം ഈ MC റോഡിൽ കൂടെ ബസ്സിൽ യാത്ര ചെയ്യാണ്. അപ്പം അങ്ങനെ ഒരു കാർ ഹോൺ അടിക്കുന്നുണ്ട്, ഒരു വാഹനം ഹോൺ അടിക്കുന്നുണ്ട്. അപ്പം കുറച്ചു ദൂരം സൈഡ് കൊടുത്തില്ല, സൈഡ് ആയില്ല, വീതിയുള്ള റോഡാണ്. അത് കഴിഞ്ഞ് നോക്കിയപ്പം ഒരു കാർ പോകുന്നു, പോലീസ് പുറക്കുന്ന നായനാരാണ്, മുഖ്യമന്ത്രിയാണ്. അപ്പൊ നായന ഇതിലൂടെ നോക്കിയിട്ട് ഡ്രൈവറാക്കി പുള്ളി ചിരിക്കുകയാണെന്ന്. അപ്പൊ എത്ര സിമ്പിളായിരുന്നു. ഇന്നങ്ങനായിരുന്നെങ്കിലേ അവന്റെ പേര് വധശ്രമത്തിന് വേണമെങ്കിൽ കേസ് കൊടുക്കുമായിരുന്നു, ബസ്സിന്റെ ഡ്രൈവറുടെ പേരിൽ, സൈഡ് കൊടുക്കാത്തതിന്റെ പേരിൽ. അപ്പൊ ഇത് വളരെ മോശമായ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ കൊണ്ട് നിർത്തുന്നത്. ഈ ഇവരെല്ലാം ഇങ്ങനെ ആഡംബര ജീവിതം. ഇനി 3-4 മാസം, ഡിസംബറായി. അതെ, രാജഭരണകാലത്തിൽ ഇത്രയും ആഡംബരം ഉണ്ടായിരുന്ന സംശയമാണ്. ഈ ജീവിതം എന്താണ്, ഈ അധികാരം ആസ്വദിക്കുക എന്ന് നമ്മൾ പറയും. ഈ അത് കിട്ടുന്നതല്ല, അതിന്റെ എല്ലാ വിധ ആനുകൂല്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മാസ്കര ലഹരിയാണ്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ പ്രിയ? പലപ്പോഴും നമുക്ക് ഈ അധികാരം വിട്ടൊഴിഞ്ഞാലും പിന്നെ നമുക്ക് പഴയ സംഗതിയില്ല ജീവിക്കാൻ പറ്റില്ല.
അതുകൊണ്ട് തന്നെയായിരിക്കും പലരും നമ്മുടെ നാട്ടിൽ അഴിമതിക്കാരൊക്കെ മാറുന്നത്. കാരണം അപ്പോഴും ഇതൊരു ആഡംബരത്തിൽ ജീവിക്കണമല്ലോ. ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ വന്നു, ഈ ED നോട്ടീസ് വന്നു, ഇലക്ഷൻ ഇരിക്കുന്നു, അദ്ദേഹം ദുബായിലാണ്, അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പാർട്ടിയോ അദ്ദേഹത്തിന് കുറച്ച് സമയം ഗൾഫിലും കുറച്ച് സമയം വളരെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യണമെന്നാണ് എനിക്ക് അതാണ് അത് ഈ ഇത്തരത്തിലുള്ള ഭയം, ഉള്ളിൽ ഭയം തോന്നുന്ന ഇതൊക്കെ ചെയ്യുന്ന ആളുകളെല്ലാം ഉള്ളിൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് കാണും. അവർ ഞാൻ സുരക്ഷിതനല്ല എന്നൊരു ഭയം എപ്പോഴും കാണും. ഇത് വളരെ രസകരമായ കാര്യം, ഇതേ ആളുകൾ തന്നെയാണ് കെ കരുണാകരൻ അറിയാലോ, അദ്ദേഹം ബെൻസ് ഉപയോഗിച്ചിരുന്ന ആളാണ്. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തൊക്കെ ബെൻസാണ് ഉപയോഗിച്ചിരുന്നത്. ബെൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് മോഡലാണ്, 200D മറ്റായിരുന്നു ആ മോഡൽ. അതിന് കരുണാകരൻ ബെൻസിൽ പറക്കുന്നു, അങ്ങനെ ഇങ്ങനെ കരുണാകരൻ ചീത്ത വിളിക്ക് വരുന്നതാണ്. കെ കരുണാകരനെ കിങ് മേക്കർ എന്ന് വിളിക്കുമായിരുന്നു. ഈ കേന്ദ്രത്തിലെ മന്ത്രിസഭയിലും കേന്ദ്രമന്ത്രിമാരെ ആരാവണമെന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പുള്ളി. മാത്രമല്ല കെ കരുണാകരൻ ഡൽഹിയിൽ കേരളാവസ്ഥ എന്നിരിക്കുമ്പോൾ എല്ലാ കേന്ദ്രമന്ത്രികളും ഇങ്ങോട്ടൊന്ന് കാണുമായിരുന്നു, അല്ല ആരും അങ്ങോട്ടേക്ക് കാണേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. അവരൊക്കെ ഫോളോ ചെയ്തിരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജീവിത രീതി ഉണ്ടായിരുന്നു. അതാണ് ഈ കാരണം ബെൻസ് എനിക്കൊന്നും അദ്ദേഹത്തെ ബെൻസിന്റെ ഒരു കാര്യം വെച്ചാൽ സുരക്ഷിതത്വമാണ്. ബെൻസ് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമായിരുന്നു. അപ്പോൾ കെ കരുണാകരൻ കാര്യം അദ്ദേഹത്തിന്റെ വേഗത പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിലും അദ്ദേഹത്തിന്റെ നടത്തയിലും യാത്രയിലും എല്ലാം സ്പീഡാണ്, വേഗതയുടെ ഒരാളാണ് അദ്ദേഹം. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ബെൻസ് കാർ. അപ്പോൾ 82 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കെ കരുണാകരൻ മാത്രമല്ല അന്ന് മറ്റു പല മന്ത്രിമാർക്കും ബെൻസ്, ടയോട്ട അങ്ങനെയുള്ള കാറുകളൊക്കെ തന്നെ അവർ ഉപയോഗിച്ചിരുന്നു. എന്ന് വെച്ചാൽ അവരാരും ഇത്രയും എസ്കോർട്ട് ആകുമ്പോഴൊന്നും ഇല്ലായിരുന്നു. അത് നേരത്തെ തന്നെ 15 വാഹനങ്ങൾ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് 40ഓളം വാഹനങ്ങൾ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പോകുമ്പം അകമ്പടി കൊടുക്കുന്നത് ശരിയാണ്, വരി 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 വരിയാ പോകുകയല്ലേ. ഇത്രയും അകമ്പടി എന്തിനാണ് കൊടുക്കണമെന്ന് മനസ്സിലാവുന്നത്. അത് കണ്ടില്ലേ, വഴി തടഞ്ഞ പ്രതിഷേധിച്ചവരെ എന്താണ് എൻ്റെ പേര് വാക്ക് പറഞ്ഞത്, ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയത്. ചെടിച്ചട്ടിയുടെ തലക്കടിച്ചിട്ടാണ് ജീവൻ രക്ഷ നടത്തിയത്. ഇതുപോലെ ഇതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് പൊതു മുതലാണ്, നമ്മൾ ടാക്സ് കൊടുക്കുന്ന പൈസയാണ്. ഇവർക്ക് ആഡംബര ജീവിതം നയിക്കാനുള്ളതല്ല. ആ ക്ലിഫ് ഹൗസ് എത്ര തവണ പുതുക്കി പണിതെന്ന് ആലോചിച്ച് നോക്ക്. ഒരുപാട് തവണ പുതുക്കി പണിതിട്ടുണ്ട്. ഈ ക്ലിഫ് ഹൗസ് പണ്ട് കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും എ കെ ആന്റണി ഇരുന്ന സമയത്തും ഇ കെ നായരുടെ സമയത്തും അവിടെ വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ല. 10 വർഷത്തവൻ ഈ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രിയായിരുന്ന സമയത്താണ് പിന്നെ അത് റെനോവേറ്റ് ചെയ്തത്. അത് ആവശ്യമായിരുന്നു, കാരണം അത് പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. നല്ല വൃത്തിയാക്കിയാലും ഭംഗിയാക്കി എടുത്ത് അത് വളരെ നമ്മൾ ആദ്യം കണ്ട ക്ലിഫ് ഹൗസ് അല്ല പിന്നീട് കാണും, അത് ഗംഭീരമായിരുന്നു. പിന്നീട് ഈ എ കെ ആന്റണി മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞാലും പോയതിനു ശേഷം ഒരു ദിവസം കാണാമെന്ന് പുള്ളിങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുന്ന ഒരു ക്ലിഫ് ഹൗസ് മൊത്തം വക്കങ്ങ് മാറ്റി. എന്നാൽ പോലും അത് കാലാകാലങ്ങളിൽ മെയിൻ്റനൻസ് ഒന്നും ഇത് പുതുക്കിപ്പണിയാണ്. ഇത് അവിടെ എന്തോ വലിയ മതിൽ കെട്ടിയെന്ന് തോന്നുന്നു. ഇത്രയും ഭയം അതിനനുസരിച്ച് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും, ജനങ്ങളെ ഭയക്കണമെങ്കിൽ. അതെ, ജനങ്ങളെ ഒരിക്കലും ഭരണാധികാരിയോ പൊതുപ്രവർത്തകർ ജനങ്ങളെ ഭയക്കരുത്. അതായത് ഇപ്പോൾ ജനസമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടി നടത്തി, അവിടെയൊക്കെ എങ്ങനെയായിരുന്നു, ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു? അതുപോലെ ഒരു എന്തെങ്കിലും രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ എപ്പോഴെങ്കിലും നമുക്ക് ഇന്നത്തെ മുഖ്യമന്ത്രി മാനസിക പ്രശ്നമുള്ള ഒരു മനുഷ്യത്തിന്റെ കസേര കയറി സെക്രട്ടറി അതുപോലെ പ്രതിഷേധിച്ചില്ല, അദ്ദേഹം വളം വയ്ക്കാനൊന്നുമില്ല, അവനെ പിടിച്ച് പോലീസ് കൊടുക്കാനൊന്നും പറഞ്ഞില്ല, അത് ഉപദ്രവിക്കരുതെന്നേ പറഞ്ഞുള്ളൂ പോലീസുകാർ വന്നപ്പോഴേ. അതല്ല അതിനൊക്കെ നമുക്കൊരു മനസ്സ് കാണുമെന്നേ, നമുക്കൊരു മനസ്സ് കാണാം. ജനങ്ങളാണ് നമ്മളെ ഇതാക്കിയത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും. അതുപോലെ തന്നെ എഴുതി വായിക്കുന്നത്, എഴുതി കൊണ്ടുവരുന്ന ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്നു, മുൻകൂട്ടി തയ്യാറാക്കിയ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നു. അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ പോലും അദ്ദേഹത്തിന് അസ്വസ്ഥതയാണ്, അവിടെ മതിയാക്കിയാണ്. പക്ഷേ വേറൊന്നുണ്ട്, ഇപ്പൊ പ്രതിപക്ഷത്തിന് വിരുദ്ധമായോ സർക്കാരിന് അനുകൂലമായ ഒരു കാര്യമുണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ സന്തോഷവാനായിരിക്കും. അദ്ദേഹം നന്നായി ചിരിക്കുകയും തമാശ ആസ്വദിക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്ത് നന്നായി സമ്മേളനം നടത്തും. ഒരുപക്ഷെ ഇത് സംബന്ധിച്ച് ഇനി ഈ 4 മാസത്തേക്കാണോ ഈ ഒരു കാർ വാങ്ങിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോഴും നമ്മൾ കാര്യം ചിന്തിക്കുക, ഇനി അടുത്ത തവണ ഈ സർക്കാരല്ല വന്നത്, അല്ലെങ്കിൽ UDF ആണ് വന്നിരിക്കട്ടെ, ഒരു മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്ന കാർ മറ്റേ മുഖ്യമന്ത്രി ഉപയോഗിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അടുത്ത തവണ മുഖ്യമന്ത്രി വേറെ കാർ മാറ്റണമെന്ന് പറഞ്ഞാൽ ഈ കാറെല്ലാം തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അവരെ ഡിപ്പോയിലേക്ക് അങ്ങ് പോകും. ഇതിപ്പോ ഇതിനോടകം തന്നെ എത്ര തവണ ആഡംബര കാറുകൾ മാറി മാറി ഉപയോഗിച്ചു. ഇനി ഇത്രയും സമയമേ ഉള്ളൂ, അതിനിടയിൽ വീണ്ടും ഈ 1 കോടി 10 ലക്ഷം രൂപ എടുത്ത് ചെലവാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ജനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് ശരിക്കും. ഇത് നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കേണ്ടത് പ്രതിപക്ഷം ഇത്ര നിർജ്ജീവമാണെന്നുള്ളതാണ്. പ്രതിപക്ഷം ഇടപെടണം. നേരെ തിരിച്ച് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഇതുപോലുള്ള പരിപാടികൾ ചെയ്തിരുന്നെങ്കിൽ പൈസ ഇല്ലായിരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി എന്ന് 2 കൊല്ലത്തെ 1 കോടി 10 ലക്ഷം 2 കാർ വാങ്ങിച്ചാൽ ഇവരടങ്ങിയിരിക്കുമായിരുന്നു. പക്ഷേ അവർക്കതിനെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇവരെ പ്രതിരോധിക്കാനോ ഉള്ള ഒരു സംവിധാനവും അവർക്കില്ല. അവരിപ്പോഴും തമ്മിൽ തർക്കിക്കുകയും ഈ ഓരോ വിഷയത്തിലും തമ്മിലടിച്ചുകൊണ്ടിരിക്കും. അപ്പം മുഖ്യമന്ത്രിക്കും അതിൻ്റെ പാർട്ടിക്കും നന്നായിട്ട് അറിയാം ഞങ്ങൾ എതിർക്കാൻ ഇവിടെ ആരുമില്ല, ജനങ്ങൾക്ക് ഒരു ഇലക്ഷന് മാത്രമേ പ്രതികരിക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ ഇലക്ഷന് പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും, അന്നത്തെ ഒരു നിലവിലുള്ള സിറ്റുവേഷൻ നമ്മൾ പ്രതികരിക്കുന്നത്. അല്ലാതെ ഒരു 5 വർഷത്തെ ഇവരെ പ്രവർത്തനം വിലയിരുത്തിയൊന്നും അല്ല ആൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത് ഇപ്പോൾ തിരിച്ചു വന്നത്. കിറ്റ് തന്ന് ആളെ വെള്ളപ്പൊക്കത്തിൽ നിങ്ങളെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും തിരിച്ചു വന്നത് കാര്യം ഇതാണ്.
അത് ആ ഒരു കോവിഡിന്റെ സമയത്ത് കോവിഡിനെ പിടിച്ചു നിർത്തി മുഖ്യമന്ത്രി എന്നും PR വർക്ക് ഒരുപാട് ഉണ്ടായിരുന്നല്ലോ, ടീച്ചറും ശൈലജ ടീച്ചറിന്റെ കാര്യങ്ങൾ. ഇപ്പൊ ആ രംഗങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സമ്പൂർണ്ണ അഴിമതിയാണെന്നും കള്ളത്തരങ്ങളാണെന്നും എല്ലാം പൊളിഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ കണ്ണുകളിൽ പോണ കയ്യിലുള്ള ഗ്ലൗസും മാസ്ക് വാങ്ങിച്ചതിൽ വരെ എന്തുമാത്രം നമ്മുടെ ജീവൻ വെച്ചിട്ടായിരുന്നു അവര് അന്നേരം അഴിമതി കാണിച്ചത്, ജീവൻ കൊടുത്താണ് അവര് കാശ് വാങ്ങിച്ചത്. ആ ഒരു ലെവലിലാണ് അന്നേരം കൊണ്ടുപോയത്. പക്ഷെ എന്ത് തന്നെയായാലും ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇനി കേവലം ഈ പറയുന്നത് പോലെ 5 മാസം ഒക്കെ ഉള്ളൂ. ഈ ഒരു സമയത്ത് വീണ്ടും ജനങ്ങളുടെ ജീവിതത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. ഈ പറഞ്ഞത് വയനാട് മേപ്പാടി നമ്മുടെ പ്രളയത്തിൽ ഇപ്പോഴും വീടില്ലാതെയും മറ്റ് ജീവിത സാഹചര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാതെ നിരവധി പേര് വളരെ ദുസ്സഹമായ സാഹചര്യത്തിൽ ജീവിക്കുകയാണ്. അവരെ ആരെയും സഹായിക്കണമെന്നോ ഇതുപോലെ ആശാവർക്കറുടെ സമരം നടത്തിയിട്ട് ഇതുപോലെ നെഗ്ലക്റ്റ് ചെയ്തു സ്ത്രീ അത്രയും പേരെയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ജനങ്ങളുടെ ഒരു വിഷമവും കണക്കിലെടുക്കാതെ സ്വന്തം കുടുംബം, സ്വന്തം മകള്, ഞാൻ സൂചിച്ചോളാം. അത് പലപ്പോഴും നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ജനകീയ മുന്നേറ്റം ഉണ്ടാവുകയും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണ റുമേനിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ച് ഓടിക്കുകയും ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവരൊക്കെ എന്തുമാത്രം ആഡംബരത്തിലാണ് ജീവിച്ചത്. റുമേനിയയിലെ ചൗഷസ്ക്യൂ അവിടുത്തെ പറഞ്ഞത് അയാൾ സ്വർണ്ണ ക്ലോസറ്റാണ് അയാളെ വീട്ടിൽ ഉപയോഗിച്ചത്, ടോയ്ലറ്റിൽ. പിന്നെ റഷ്യയിൽ നമ്മൾ സമത്വസുന്ദര റഷ്യയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെന്ന് പറയുമ്പോഴും റഷ്യയിൽ പ്രസിഡന്റായിരുന്ന ബ്രഷ്നേവിന് ബെൻസ് കാറിൻ്റെ വലിയൊരു കളക്ഷൻ ഉണ്ടായിരുന്നതാണ്. ബെൻസിൻ്റെ ഏത് പുതിയ മോഡൽ ഇറങ്ങിയാലും അപ്പം തന്നെ എത്തുമായിരുന്നതാണ് അയാളെ ഗാരേജിലത്തേക്ക്. നമ്മളറിയുന്നില്ല ഇവർ സോഷ്യലിസ്റ്റുകളാണെന്ന്. അവിടെ എല്ലാവരും ഒരേ ഭക്ഷണം കഴിക്കുന്നു, ഒരേ വസ്ത്രം ധരിക്കുന്നു എന്നൊക്കെ നമ്മൾ കരുതിയിരിക്കുമ്പം ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പലരും ഈ ആഡംബര ജീവിതത്തിന്റെ അടിമകളാണ്. തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞ് അധികാരത്തിൽ വരുന്നതാണ്. അവർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന പാർട്ടിയാണ്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നീട് ഈ ഇതിനൊക്കെ ആഡംബര ജീവിതത്തിനും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം എതിരെ പറയുന്ന ആളുകൾ സ്വന്തം ജീവിതത്തിൽ ഒന്നും തന്നെ നടപ്പിലാക്കുന്നില്ല. സഹകരണ ബാങ്കുകളിൽ ഈ പാവങ്ങൾ പോയി വിയർത്ത് ഉണ്ടാക്കുന്നതിന്റെ അധ്വാനം അല്ലേ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് ഇപ്പൊ ഇത്രയും കോടി രൂപകൾ ആ സഹകരണ സംഘത്തിൽ പാവപ്പെട്ടവർ നിക്ഷേപിച്ച പണം മുഴുവൻ തട്ടിയെടുത്തു പോയി. ഇപ്പൊ ഇങ്ങനെയായി. അപ്പൊ തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ആണ് ഇവർ ജീവിക്കുന്നത്. അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടി എന്ന് പറയപ്പെടുന്ന ഒരു പ്രസ്ഥാനം കേരളം ഭരിക്കുന്ന സമയത്താണ് അവരിതെല്ലാം ചെയ്യുന്നത്, ഇത്രയും ഈ ആഡംബരം മുഴുവൻ ചെയ്യുന്നത്. പക്ഷെ ഘടകകക്ഷികൾക്ക് ആർക്കും തന്നെ അവിടെ ഒരു വോയിസ് ഇല്ല. നമുക്ക് നമ്മൾ പിന്നെ മറ്റേ PM ശ്രീയിൽ കണ്ടതാണ് CPI കുരുതി കൊടുത്തുകൊണ്ടാണ് തൽക്കാലത്തേക്ക് അവരെല്ലാം അംഗീകരിച്ചെങ്കിലും ഒന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല. CPIക്കും അറിയാം. പിന്നെ പേരിന് വേണ്ടി അവർ പറയണ്ടേ, അത് അവരിവിടെ ജീവിച്ചിരിക്കുന്നു അറിയണ്ടേ, അവരിന്റെ ഘടകകക്ഷിയാണെന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയും. അതാണ് പറഞ്ഞത്. ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് 1 കോടി 10 ലക്ഷം രൂപ കൊടുത്ത് 2 കാർ വാങ്ങിക്കണമെന്ന് പറയുമ്പോൾ ഘടകകക്ഷികളെങ്കിലും ഇത് ചോദ്യം ചെയ്യാനുള്ളതായിരുന്നു. പക്ഷെ ആരും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ വെളിയം ഭാർഗവനെയൊക്കെ പോലെ CK ചന്ദ്രപ്പനെയൊക്കെ പോലെയുള്ള നേതാക്കന്മാരോട് ജീവിച്ചിരുന്നെങ്കിൽ CPയിൽ നിന്നും ഉണ്ടായിരുന്നെങ്കിൽ അവർ ചോദ്യം ചെയ്യുമായിരുന്നു. അവർ പരസ്യമായി ചോദ്യം ചെയ്യുമായിരുന്നു. രഹസ്യമായിരുന്നല്ല. അവർ LDF യോഗത്തിലും ഉന്നയിക്കും, അവർ പൊതുവേദിയിലും വേണമെങ്കിൽ പത്രക്കാർ ചോദിച്ചാൽ ഉത്തരം പറയും. ഇപ്പം വിധി വില കൂടിയ കാർ വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നവർ ധൈര്യമായിട്ട് പറയുമായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു ബാർഗനിങ് പവറൊന്നും CPIക്കും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. ആരും ചോദിക്കാനും ഇല്ല, പറയാം എനിക്ക് എന്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും എന്നുള്ളതാണ്. ആ ഒരു ഞാനാണ് രാജാവ്, പ്രജകൾ അനുസരിക്കുക എന്നുള്ളൊരു നിലപാടാണ് ജനങ്ങളോട് സ്വീകരിക്കുന്നത്. ജനങ്ങൾ അറിയട്ടെ, ഇനി ഒരു 4 മാസമേ ഉള്ളൂ തങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ദുരിതമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി അനുനിമിഷം 1 കോടി 10 ലക്ഷം രൂപ മുടക്കി 2 കാർ വാങ്ങി. ഒന്നല്ല 2 കാറാണ്. അതാണ് പ്രധാനം. ഒന്നല്ല 2 കാറെന്ന്. അത് മുഖ്യമന്ത്രി സാധാരണ മുഖ്യമന്ത്രി കിയയും മറ്റേ ഇന്നോവ ക്രിസ്റ്റയും ഉണ്ട്. മലബാർ മേഖലയിൽ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണാറുള്ള കിയ കാറാണ് അവിടെ ഉപയോഗിക്കുന്നതായിരിക്കാം. ഇങ്ങോട്ട് നമ്മുടെ തെക്കൻ ജില്ലകളിൽ ഇന്നോവ ക്രിസ്റ്റയാണ് ഉപയോഗിക്കാറുള്ളത്. ചിലപ്പോൾ അതൊക്കെ അതിൻ്റെ പേരിലേക്ക് എന്താണ് കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരാളുടെ ഇഷ്ടങ്ങളായിരിക്കും. ഇന്ന കാർ ഉപയോഗിക്കുമ്പോൾ കേൾക്കാനാരും ബെൻസ് പണ്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് ഓരോരോ ഇഷ്ടങ്ങളായിരിക്കാം ചിലപ്പോൾ. പക്ഷേ അത് നമ്മൾ ഓർക്കേണ്ട കാര്യം, കേൾക്കാരനാരൻ ഈ കാറിൻ്റെയൊക്കെ തന്നെ ബേസ് മോഡലാണ് വാങ്ങുമായിരുന്നു. അത് അതിൻ്റെ ആഡംബര മോഡൽ കോടികൾ വില ചെയ്തിട്ടില്ല. അവരുള്ള വാഹനം ഉപയോഗിച്ച് VS അംബാസഡറാണ് ഉപയോഗിച്ചിരുന്നത്, സാധാരണ അംബാസഡർ കാർ. അതിന് യാതൊരു അഡീഷണൽ പ്രത്യേകതയില്ലാത്ത സാധാരണ കാർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും അംബാസഡർ കാർ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ജനാധിപത്യമാണ് എന്നുള്ള കാര്യം നമ്മുടെ നേതാക്കന്മാർ ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും.